നമസ്തേ. നമുക്കിന്ന് രണ്ടാമത്തെ വാക്യമായ അഹം ബ്രഹ്മാസ്മി ഒന്ന് പരിചയപ്പെടാം. യജുർവേദോപനിഷത്തായ ബൃഹദാരണ്യകത്തിലെ വാക്യമാണ് ഈ രണ്ടാമത്തെ വാക്യമായ അഹം ബ്രഹ്മാസ്മി. അപ്പം ഈ വാക്യത്തിൻ്റെ അർത്ഥം അഹം ബ്രഹ്മമാണ്. അതായത് ഈ ബ്രഹ്മം നമുക്ക് ഈ മനുഷ്യ ശരീരം സുലഭമല്ലാത്ത അതിദുർലഭമാണെന്നാണ് പറയുന്നത്. മനുഷ്യൻ്റെ ശരീരം എന്ന് പറയുന്നത് എത്രയോ കോടി ജന്മം ജന്തുവായും കൃമിയായും എല്ലാം പിറന്നിട്ടാണ് നമുക്ക് മനുഷ്യ ശരീരം കിട്ടുന്നത്. അപ്പം ഈ മനുഷ്യ ശരീരം ദുർലഭമായി കിട്ടിയ ഈ മനുഷ്യ ശരീരത്തിലിരുന്നു കൊണ്ട് നമുക്ക് സത്യത്തെ, ആ പരമാത്മാവ് സത്യത്തെ അനുഭവിക്കാനാണ്. സത്യാസ്യാഭിഹിതേ മുഖം എന്നൊരു ശ്ലോകമുണ്ട്. അതായത് ഹിരണ്മയേന പാത്രേണ സത്യാസ്യാഭിഹിതേ മുഖം. സത്യത്തിൻ്റെ മുഖം എപ്പോഴും സ്വർണ്ണ പാത്രം കൊണ്ടായിരിക്കും മൂടി വയ്ക്കുന്നത്. അത് അതിൻ്റെ മുകളിൽ എത്ര ചെളി പൂണ്ടിരുന്നാലും അത് തുറന്ന് ചെല്ലുമ്പോൾ സ്വർണ്ണപാത്രം കാണാൻ പറ്റും, അത്രത്തോളം. അതായത് അതേപോലെ ഇവിടെ പരമാത്മാവ് ഈ ഇന്ദ്രിയ മനോബുദ്ധി രീതിയിലിരുന്നു കൊണ്ട് എത്ര മാലിന്യങ്ങൾ നമ്മൾ ദിവസവും ഒരു വ്യക്തി അകവും പുറവും മാലിന്യം പോലും. നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ചാലും ഉച്ചയ്ക്ക് നമ്മുടെ ശരീരം നമ്മുടെ നവദോരങ്ങളിലൂടെ വിയർപ്പ് ഇറ്റുറ്റു വീണുകൊണ്ടിരിക്കുകയാണ്. നമുക്കിതെല്ലാം അറിയാവുന്ന കാര്യമല്ലേ. രാവിലെ കുളിച്ചാൽ ഉച്ചയ്ക്കും വിയർത്ത് ദുർഗന്ധം ഉണ്ടാവും. പിന്നെ വൈകിട്ട് കുളിക്കും. ഒരു നവജാത ശിശുവിനെ വരെ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ സദാ വമിക്കുന്ന എല്ലാ അഴുക്കുചാലുകളിലും പെട്ട് പുറവും അകവും, പിന്നെ നമ്മുടെ മനോവാചരങ്ങളുണ്ടല്ലോ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കേൾക്കുന്ന ദിവസവും ഇപ്പം അത് വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണ്. കാരണം നമുക്ക് നല്ല നല്ല മീഡിയാസ് ഉണ്ട്. അപ്പം അതിലൂടെ നമ്മുടെ ഗോചരങ്ങളെല്ലാം വളരെയധികം ദുഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതെല്ലാം തന്നെ ദിനം പ്രതി ശുദ്ധിയാക്കേണ്ടതുണ്ട്. അപ്പം ഇതൊക്കെ കഴുകി ശുദ്ധിയാക്കി വെച്ചെങ്കിൽ മാത്രമേ നമ്മുടെ അന്തരംഗം ശുദ്ധമാകുകയുള്ളൂ. അങ്ങനെ ശുദ്ധമായുമ്പോൾ മാത്രമാണ് ആ സത്യത്തെ നമുക്ക് വളരെ പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റുന്നത്. അതാണ് ബ്രഹ്മം, അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത്. അഹം ബ്രഹ്മമായിരിക്കണം എപ്പോഴും. അതിന് വേണ്ടിയിട്ട് നമ്മൾ സദാ ശുദ്ധരായിരിക്കുക, സത്യത്തിൽ മാത്രം ഒഴുകിയിരിക്കുക. അതുകൊണ്ടും ശരീരോപാധികൾ കൊണ്ടും മനോഇന്ദ്രിയ എല്ലാം മുഴുകിക്കളഞ്ഞിട്ട് നമ്മൾ സത്യത്തിൽ മാത്രം നിമഗ്നരായിരിക്കുക എന്നാണ് പറയുന്നത്. അതാണ് അഹം ബ്രഹ്മാസ്മി. നന്ദി, നമസ്കാരം.